അപ്പം ഇന്നലെ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എയർബിഎൻബിയിലേക്ക് വിട്ട കഥയല്ലേ. നമ്മളെടുത്ത കോട്ടേജ് ടോപ്പോ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. 3 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യാമെന്നും പറഞ്ഞ് അവർ കീ ഒരു ലോക്ക് ബോക്സിൽ വെച്ചായിരുന്നു. ആ ലോക്ക് ബോക്സ് തുറക്കാനുള്ള തന്ത്രപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞങ്ങളൊക്കെ വണ്ടറടിച്ച് പോയി. നല്ല സെറ്റ് വീടെന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് വീട്. ആസ് യൂഷ്വൽ ഫ്രണ്ടിൽ തന്നെ ഒരു കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചായിരുന്നു. വീടിനകത്ത് ഷൂ ഇടാൻ പാടില്ല, എങ്ങനെയാണ് വൈഫൈ കണക്ട് ചെയ്യേണ്ടത്, ഹീറ്റർ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ജനറലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വിട്ടു. ടോപ്പോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടും നമ്മൾ ചെന്നത് സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ടും റെസ്റ്റോറൻറ്റ്സിൽ എങ്ങും അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. ടേബിൾ റിസർവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എവിടെ ചോദിച്ചാലും 45 to 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തപ്പി കുറേ നേരം നടന്നു. അവസാനം കുറേ കഷ്ടപ്പെട്ടിട്ട് ദ സ്റ്റേക്ക് ഹൗസ് ടോപ്പോ എന്ന് പറയുന്ന ഒരു കടയിൽ കയറി ഞങ്ങൾ. എനിക്ക് സഹിക്കാൻ പറ്റുന്നതൊന്നുമല്ല. നമ്മളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മുന്നേക്കോടെ ഇങ്ങനെ നല്ല നല്ല ഫുഡുകൾ തൊട്ടപ്പുറത്തെ ടേബിളിലേക്ക് പോകില്ലേ, പെറ്റ തള്ള സഹിക്കില്ല. എല്ലാവർക്കും നല്ല വിശപ്പും അതുപോലെ തന്നെ ടയേർഡും ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. സൺഡേ 10 AM വരെയാണ് നമുക്ക് എയർബിഎൻബി ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ചില്ലായിട്ട് ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ് ലവ്ലി പീപ്പിൾ.